ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും നമുക്ക് മാറി മാറി വരുന്നതാണ്. ആപത്ത് വരാം, സമ്പത്ത് വരാം. ഇത് രണ്ടിനെയും തുല്യമായി കാണാനുള്ള കഴിവാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അതിനാൽ ഒരു കവി പറയുകയാണ്, വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം, ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കു നീ മനമേ. വരട്ടെ ആപത്തോ സമ്പത്തോ, നമുക്ക് ആപത്ത് വരട്ടെ, സമ്പത്ത് വരട്ടെ, രണ്ടും നമ്മൾ ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ, രണ്ടിലും വികാരപ്പെടാതെ ആണ് നാം ജീവിക്കേണ്ടത്. ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കു നീ മനമേ. കരുത്തോടുകൂടി കാലം കഴിക്കണം നമ്മൾ. ഭയത്തോടു കൂടിയല്ല നമ്മുടെ ജീവിതത്തെ നാം ചെലവഴിക്കേണ്ടത്. ആപത്ത് ആർക്കാണ് വരാത്തത്? എല്ലാവർക്കും ആപത്തുണ്ടായി. ജനിച്ചു വന്നോ അവർക്ക് ആപത്തുണ്ട്, സമ്പത്തുണ്ട്, സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്. ഇതില്ലാത്ത ഒരാളും ഈ ലോകത്തിൽ ഇന്നേ വരെ ജനിച്ചു വന്നിട്ടില്ല. അതിലൊന്നും മാത്രമല്ലേ നമ്മളുമുള്ളൂ. നമുക്കും ഇത് രണ്ടും മാറി മാറി വരും. വരുമ്പോൾ അതിനെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ സ്വാഗതം ചെയ്യാനുള്ള ഒരേ മനസ്സാണ് നാം വാർത്തെടുക്കേണ്ടത്. ആ മനസ്സുണ്ടായി കഴിയുമ്പോൾ നാം കൃതാർത്ഥരായി, ധന്യരായി. മാത്രമല്ല നമ്മുടെ മനസ്സിനെ എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കഴിവ് നാം നേടിയെടുത്തു എന്ന് നമുക്ക് അഭിമാനിക്കാം. അഹങ്കരിക്കുകയല്ല, അഭിമാനിക്കുകയാണ് നാം ചെയ്യേണ്ടത്. വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം, ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കു നീ മനമേ. ഇപ്രകാരമാണ് നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ വിനിയോഗിക്കേണ്ടത്. അല്ലാതെ ഭീരുത്വം കലർന്ന് ഭയത്തോടുകൂടി എനിക്കിങ്ങനെ വന്നല്ലോ എന്നെല്ലാം പരിഭവങ്ങളും പരാതിയുമായി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്ക് കിട്ടിയ അവസരം ഏറ്റവും സന്തോഷപ്രദമായി നാം വിനിയോഗിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സന്തോഷം നമ്മുടെ ഒരു ശീലമായി മാറുകയുള്ളൂ. എന്തു വന്നാലും നാം സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് പഠിക്കേണ്ടത്.